5 പൈസ കാണത്തില്ല. പക്ഷെ രാഘവ, നീ അതിന് ഡീസന്റ് കേട്ടോ. എന്നാലും ആ മാഷിന്റെ ഒരു കാര്യം അവസാനം കണ്ടപ്പോ കൂടി പയറ് പോലെ നിന്ന് ഞങ്ങളെ തെറി വിളിച്ചതാ. അല്ല, ഈ മാഷിന് ബന്ധക്കാരും സ്വന്തക്കാരും ഒന്നും ഇല്ലയോ? ഓ, അയാൾക്ക് ആരുമില്ലെന്നേ. പെണ്ണും കെട്ടിയിട്ടില്ല, പറയത്തക്ക ബന്ധുക്കളും ആരുമില്ല. ക്രോണിക് ബാച്ചിലർ. അപ്പൊ അയാളുടെ സ്ഥലവും വീടും ഒക്കെയോ? ഓ, അതിനി അവകാശികളൊന്നുമില്ലാതെ കിടന്ന് നശിക്കും. നമുക്കമ്പലത്തിന് വേറെ സ്ഥലം എന്തിനാ? ഒരവകാശികളും ഇല്ലാത്ത മാഷിന്റെ സ്ഥലം പോരെ നമുക്ക് അമ്പലം പണിയാൻ. എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് അമ്പലത്തിന്റെ കല്ലിടണം, ഇല്ലെങ്കിൽ മറ്റോമാരെ ആ മണ്ണിൽ ഇനി വേറെ ഒരുത്തിനും കല്ലിടില്ല. നമ്മൾ അവിടെ അമ്പലം പണിയുക തന്നെ ചെയ്യും. അതെ, മാഷിന്റെ മരണം നമുക്കെല്ലാവർക്കും തീരാ നഷ്ടമാണ്. പക്ഷെ മാഷ് അവസാനമായിട്ടൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. അത് നടത്താതെ പോയാൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല. ഈ നാട്ടിലൊരു അമ്പലം വേണമെന്നായിരുന്നു മാഷിന്റെ അന്ത്യാഭിലാഷം. നമുക്കെല്ലാവർക്കും വേണ്ടി സ്ഥലം വിട്ടുതരാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അയ്യടാ മോനെ, മാഷ് ഞങ്ങൾക്ക് സ്ഥലം തരാന്ന് പറഞ്ഞത് പള്ളി പണിയാൻ. അതെ, മാഷ് തട്ടിപ്പോയെന്ന് പറഞ്ഞ് അത് മുതലെടുക്കാൻ വന്നാലുണ്ടല്ലോ. ഒന്ന് പോടാ, മാഷ് ഞങ്ങളുടെ ആളാണ്. പിന്നെന്തിനാണ് നിനക്കൊക്കെ പള്ളി പണിയാൻ സ്ഥലം തരുന്നത്? അത് നീയൊക്കെ കള്ളന്മാരാണെന്ന് പുള്ളിക്ക് പണ്ടേ അറിയാടാ, അല്ലേ? അബ്ദുള്ളേ, വിട്ടുപിടി. മാഷ് ഞങ്ങളുടെ ആളാ, സ്ഥലം ഞങ്ങൾക്കുള്ളതാ. സ്ഥലം പള്ളിക്കുള്ളതാടാ. മാഷ് നോക്കുന്നോടാ. എനിക്കൊന്ന് കാണണം നീ സ്ഥലം എടുത്തോണ്ട് പോണത്. മാഷ് ഞങ്ങൾക്കാണ് സ്ഥലം തരാറുണ്ടോ? രാഘവ, നീ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്തിയടാ? പള്ളിക്കുള്ളതാ. നിങ്ങൾക്കൊക്കെ നാണാവില്ലേ? മരിച്ചൊരാളുടെ സ്വത്തിന് വേണ്ടി ഇങ്ങനെ അടിയുണ്ടാക്കാൻ. കൊച്ചൊന്നും മിണ്ടാതിരുന്നേ. കൃഷ്ണമാഷിന്റെ സ്വത്തിന് വേണ്ടി ഇനി നിങ്ങൾ ആരും തല്ലുകൊണ്ട കാര്യമില്ല. ആ സ്വത്തെല്ലാം പുള്ളി ഒരാളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ആരുടെ? മമ്മൂട്ടി. മമ്മൂട്ടിയോ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. ഉണ്ട്, മിസ്റ്റർ മമ്മൂട്ടി.